വിടുതലിൻ ദൈവത്തെ ആരാധിപ്പിൻ, നീതിയിൻ ദൈവത്തെ ആരാധിപ്പിൻ, നിർമ്മല ദൈവത്തെ ആരാധിപ്പിൻ, കരുണയിൻ ദൈവത്തെ ആരാധിപ്പിൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുമായി പ്രേക്ഷകരായ നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സർവശക്തനായ ദൈവമൊരുക്കിയ മകൾ ഭാഗ്യ പദവിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഓരോ ശുശ്രൂഷകളും നിങ്ങളുടെ ജീവിതത്തിൽ ആരാലും പരിഹരിക്കുവാൻ കഴിയാത്ത ഒട്ടനവധി അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്ക് അത് കാരണമായി തീർന്നു എന്നതിനെ ഓർത്ത് ഞാൻ കഴിഞ്ഞ നാളുകളിലായി വളരെയധികം സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു. എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദൈവത്താൽ മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശു കർത്താവ് തൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്നതിനെ ഓർത്ത് ഈ ദൈവിക ശുശ്രൂഷ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ഒരു ആത്മീയ പ്രോത്സാഹനമായിരിക്കുന്നു. എന്തുകൊണ്ടും ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നേ ദിവസവും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങളെ നൽകിത്തരുവാൻ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട് എന്ന് ഞാൻ ദൈവികമായി തിരിച്ചറിയുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവം യേശു കർത്താവെ, ഈ ദിവസം എന്നോട് സംസാരിക്കണം, അങ്ങയുടെ സ്പർശനം അനുഭവിക്കുവാൻ, അങ്ങ് വിടുതൽ അനുഭവിക്കുവാൻ അങ്ങനെ സഹായിക്കണമെന്ന് അന്തരാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ. ഒരത്ഭുതം സംഭവിക്കുന്ന ദിവസമായി തീരുവാൻ പോകുകയാണ്. ഞാൻ കർത്താവിനോട് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു, യേശു കർത്താവെ, ഈ ദിവസം അങ്ങ് എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? യേശു കർത്താവ് എന്നോട് പറഞ്ഞു, അതെ, ഞാൻ മനസ്സലിവുള്ള കർത്താവ്. അതെ, എന്നോട് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മനസ്സലിവുള്ള കർത്താവ്. അതെ, ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്താ വിഷയം യേശു ക്രിസ്തുവിൻ്റെ മനസ്സലിവ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന, നമ്മെ തകർക്കുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന ഒട്ടനവധി വിഷയങ്ങൾക്ക്, വ്യത്യസ്ത വിഷയങ്ങൾക്ക് ഈ ദിവസം യേശു ക്രിസ്തു മനസ്സലിവുള്ള കർത്താവായി അത്ഭുതം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വളരെ സന്തോഷം ഉള്ളവർ ആയിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ദൈവിക പ്രവൃത്തിയായി, ദൈവിക വിടുതലായി, ദൈവിക അനുഭവങ്ങളായി തീരുവാൻ സർവശക്തൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതെ, ഈ ദിവസത്തെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് നയീൻ എന്ന പട്ടണത്തിലേക്ക് കടന്നുപോയി എന്ന് കാണുവാൻ സാധിക്കും. യേശു കർത്താവും സ്വശിഷ്യന്മാരുമായി നയീൻ എന്ന പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ യേശു കർത്താവിനെ ഏറെ പ്രയാസപ്പെടുത്തിയ, ഏറെ അസ്വസ്ഥമാക്കി തീർത്ത ഒരു പ്രത്യേക സംഭവമാണ് യേശു കർത്താവ് കാണുവാൻ ഇടയായത്. എന്തെന്നാൽ ഒരു വിധവയായ സ്ത്രീ, അവളുടെ മകൻ മരിച്ചുപോയി. ഈ മരിച്ചുപോയ മകനെ ഒരു ശവമഞ്ചത്തിലേറ്റി ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ മുൻപോട്ട് കടന്നു വരികയാണ്. യേശു കർത്താവ് ഈ ശവമഞ്ചം ചുമന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു. യേശു കർത്താവ് ആ മരിച്ച ഒരുവനെ ശ്രദ്ധിച്ചു. എന്നാൽ അതിനേക്കാൾ ഉപരി യേശു കർത്താവിൻ്റെ മനസ്സിനെ ഇളക്കിയ, യേശു കർത്താവിനെ അസ്വസ്ഥമാക്കിയ മറ്റൊരു സംഗതിയുണ്ടായി. എന്താണെന്നറിയാമോ? അതായത് ഒരുവൾ ആ ശവമഞ്ചത്തിന്റെ പുറകെ കരഞ്ഞുകൊണ്ടേ പോകുകയാണ്.
യേശു കർത്താവ് ആ വ്യക്തിയോട് പറഞ്ഞ മറുപടി, ആ വ്യക്തിക്ക് കൊടുത്ത അത്ഭുതകരമായ പ്രവൃത്തി, അതാണ് ഇന്നത്തെ ചിന്താ വിഷയം. നമുക്ക് അതെ വായിച്ചു കേൾക്കാം. ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം അതിന്റെ 13 മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശു കർത്താവ് ആ ഒരുവൾ കരയുന്നത് കണ്ടിട്ട് എൻ്റെ യേശു കർത്താവ് മനസ്സലിഞ്ഞ് യേശു കർത്താവ് പറയുന്നു, കരയേണ്ട. ഇപ്പോൾ തന്നെ ദൈവ ശബ്ദം കേട്ടു തുടങ്ങുന്ന ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ വിഷമത്തെ ഓർത്ത് യേശു ക്രിസ്തു അതേ മനസ്സലിവ് കാണിക്കുകയാണ്. കഴിഞ്ഞ ചില ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ചിലരുടെ പേര് പറഞ്ഞ് വിഷയം പറയുവാനിടയായി. അതെ, ആ പ്രിയപ്പെട്ടവർ എന്നെ ആ നിമിഷം തന്നെ വിളിച്ച് അവർ വിടുതൽ അനുഭവിച്ചുകൊണ്ട് അവർ എന്നോട് നന്ദി പറയുവാൻ ഇടയായി തീർന്നു. ഒരു സിസ്റ്റർ മിനിയുടെ പേര് പറഞ്ഞ് കർത്താവ് സംസാരിച്ചു. ആ സഹോദരി ഏതവസ്ഥയിൽ കർത്താവ് സംസാരിച്ചോ അതേ അനുഭവത്തിൽ വിളിച്ച് എന്നോട് സംസാരിച്ചു. അതുപോലെ മറ്റൊരു വ്യക്തി ന്യൂസിലാൻഡിൽ നിന്ന് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് കർത്താവ് സംസാരിച്ചു. ഉടനെ ആ കുടുംബം എന്നെ വിളിച്ച് പ്രത്യേക നന്ദി പറഞ്ഞു. കർത്താവ് വിടുവിച്ച സ്നേഹത്തെ ഓർത്ത് എന്നോട് നന്ദി പറഞ്ഞു. അതെ, ഈ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടത്ത് കർത്താവിന്റെ അതിശയിപ്പിക്കുന്ന സാന്നിധ്യമുണ്ട്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നം അത് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകുകയാണ്. അതെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആമേൻ എന്റെ പ്രശ്നം പറഞ്ഞ് എനിക്കതിന് വിടുതൽ കൽപ്പിക്കാമോ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ അവസ്ഥയ്ക്ക് മറുപടിയായി എന്നോട് ഇപ്പോൾ കർത്താവ് ഇങ്ങനെ നിങ്ങൾക്കായി സംസാരിക്കുമാറാക്കുന്നു. അതെ, കഴിഞ്ഞ ഏറെ വർഷങ്ങളായി അതെ 3 വ്യത്യസ്തമായ നിലവാരത്തിൽ, 1 രോഗത്താൽ തകർക്കപ്പെട്ടിരിക്കുന്നു, 2 സാമ്പത്തിക വിഷയത്താൽ തകർക്കപ്പെട്ടിരിക്കുന്നു, 3 നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്തും തകർച്ച സംഭവിച്ചിരിക്കുന്നു. ഈ വ്യത്യസ്ത നിലവാരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതെ ചില വ്യക്തികളെ ഞാൻ മുൻപിൽ കാണുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, അതെ വാത്സല്യ പിതാവേ, പ്രിയ മാതാവേ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പറയപ്പെട്ട ദുരിതത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പുറത്തു വരുവാൻ തുടങ്ങുകയാണ്. അതെ, ഈ കുടുംബ ജീവിതം എനിക്ക് വേണ്ട, ഇതൊരു നശിച്ച ജീവിതമാണ് എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ സങ്കടത്തെ ഓർത്ത് യേശു ക്രിസ്തു ഇപ്പോൾ അവൻ മനസ്സലിയുകയാണ്. അത് എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദര, കുടുംബത്തിന്റെ ഭാരം വഹിക്കുവാൻ കഴിയാതെ വണ്ണം നിരാശപ്പെടുന്ന പ്രിയ ജീവിതമേ, എന്നോട് കർത്താവിന്റെ ആത്മാവ് ഇപ്പോൾ പറയുന്നു, യേശു ക്രിസ്തു നിന്റെ അരികത്ത് നിന്ന് അവൻ മനസ്സലിവ് കാണിക്കുകയാണ്. ഈ ദിവസം യേശു ക്രിസ്തുവിന്റെ മനസ്സലിവ് നിങ്ങളെ തകർക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന എന്റെ ഭാരം ആരും അറിയുന്നില്ല, എന്റെ വേദന ആരും തിരിച്ചറിയുന്നില്ല, എന്റെ നിരാശ ആരും തിരിച്ചറിയുന്നില്ല, എന്തിന് ജീവിക്കണം എന്ന് പറയുവാൻ തുടങ്ങിയിട്ട് എത്രയോ മാസങ്ങളായി, എത്രയോ വർഷങ്ങളായി. എന്നാൽ ഇപ്പോൾ എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ആ പ്രയാസമുളവാക്കുന്ന
സങ്കടപ്പെടുത്തുന്ന ആ നിലവിളിക്കുന്ന വിഷയത്തിന് അതിന് ഒരു ആറുതി വരുന്ന ദിവസമാണ് ഈ ദിവസം. ആ ഭാരം മാറിപ്പോകുന്ന ദിവസമാണ് ഈ ദിവസം. ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ വളരെ ശക്തമായി വളരെ നന്നായി മുൻപോട്ട് പോയി. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ പ്രയാസമുണ്ടല്ലോ, എനിക്കിനി ശുശ്രൂഷ ചെയ്യുവാൻ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആ ഭാരമേറിയ ചിന്തയ്ക്ക്, ആ വേദനീയമായ വിഷയത്തിന് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അതേ പരിഹാരം ലഭിക്കുകയാണ്. അതെ, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഇപ്പോൾ യേശു ക്രിസ്തു ഇറങ്ങി വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, നിങ്ങളെ നിലവിളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭാരമേറിയ വിഷയം ഇപ്പോൾ യേശു ഏറ്റെടുത്ത്, യേശു കർത്താവ് ഇങ്ങനെ പറയുകയാണ്. അതേ, ആമേൻ, സ്തോത്രം. യേശു പറയുകയാണ്, നീ ഭാരപ്പെടേണ്ട, നീ സങ്കടപ്പെടേണ്ട, നീ വ്യാകുലപ്പെടേണ്ട. ആ തകർച്ച ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അതെ മാറിപ്പോകും എന്ന് യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഈ ദിവസത്തെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ അത്ഭുതത്തിന്, വിടുതലിന്, അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുകയാണ്. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇന്നത്തെ ചിന്താ വിഷയം യേശു ക്രിസ്തുവിന്റെ മനസ്സലിവ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. വേദപുസ്തകത്തിൽ നിന്നും യേശു കർത്താവ് ഏതെല്ലാം സാഹചര്യത്തിൽ അവൻ മനസ്സലിഞ്ഞിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. അതെ, മത്തായി സുവിശേഷം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ആമെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായവരെ ഓർത്ത് യേശു ക്രിസ്തു മനസ്സലിഞ്ഞു. ഓർക്കുക, പ്രാരംഭമായി കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു, കുഴഞ്ഞവരും ചിഹ്നിയവരെയും ഓർത്ത് യേശു കർത്താവ് മനസ്സലിഞ്ഞു. അതേ സഹോദര സഹോദരി, നീ കുഴഞ്ഞ അനുഭവത്തിലാണ്. അത് ലോകത്തിൽ ആർക്കും മനസ്സിലാക്കുവാൻ അവർക്ക് താല്പര്യവുമില്ല, മനസ്സിലാക്കിയിട്ട് കാര്യവുമില്ല എന്നാണ് നീ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നീ കുഴഞ്ഞ അവസ്ഥയിലായിരിക്കുമ്പോൾ, വിശ്വസിച്ച വ്യക്തിയാൽ തകർക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ, വളരെ സങ്കടപ്പെടുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ, ഇപ്പോൾ നിന്നെ നോക്കി മനസ്സലിയുന്ന ഒരുവനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു അത്രയും. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അതേ മകനെ, ഇപ്പോൾ തന്നെ ഈ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എന്റെ മകളുണ്ടല്ലോ, ഈ എന്റെ മകനുണ്ടല്ലോ, ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടഞ്ഞ ചിഹ്നിയ അവസ്ഥയിൽ നിന്ന് ഞാൻ അവരെ വിടിവിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നോട് കർത്താവ് പറയുന്നു. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോടായി പറയുന്നു, ഇപ്പോൾ തന്നെ നിങ്ങൾ അതേ കുഴഞ്ഞ അവസ്ഥയിലായിരിക്കുകയാണോ? നിങ്ങൾ ചിഹ്നിയ അവസ്ഥയിലായിരിക്കുകയാണോ? ഓ, ഇപ്പോൾ യേശു ക്രിസ്തു നിങ്ങളെ നോക്കി അതെ ഇപ്പോൾ മനസ്സലിയുകയാണ്. അവൻ ഇപ്പോൾ മനസ്സലിയുന്നു. യേശു കർത്താവ് മനസ്സലിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ കുഴഞ്ഞ അവസ്ഥ അത് മാറിപ്പോകുന്നു. നിങ്ങളുടെ ചിഹ്നിയ അവസ്ഥ അത് മാറിപ്പോകുന്നു. എന്നോട് കർത്താവ് പറയുന്നു, ജോലി സ്ഥലത്ത് നിങ്ങൾ കുഴഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു, കുടുംബ ജീവിതത്തിൽ നിങ്ങൾ കുഴഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു, രോഗത്താൽ നിങ്ങൾ കുഴഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു, ഭാരത്താൽ നിങ്ങൾ കുഴഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു. ഓ, വിവിധ പ്രശ്നങ്ങളാൽ നിങ്ങൾ കുഴഞ്ഞ അവസ്ഥയിൽ ആയിരിക്കുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, അതെ, നിങ്ങൾ കുടുംബ ജീവിതത്തിൽ ചിഹ്നിപ്പിന്റെ അനുഭവത്തിലായിരിക്കുന്നു. സ്നേഹിച്ചു വളർത്തിയ മക്കൾ നിങ്ങളെ വിട്ട് മാറിയിരിക്കുന്നു. സ്നേഹ സഹോദരങ്ങൾ വിട്ടു മാറിയിരിക്കുന്നു. സ്നേഹബന്ധങ്ങൾ തകർക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. ആരോരും സഹായിപ്പാനില്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. എന്നോട് ഇപ്പോൾ കർത്താവ് ഇങ്ങനെ നിങ്ങൾക്കായി പറയുന്നു, എന്താണെന്നറിയാമോ? അതെ, നിങ്ങളെ നോക്കി ഭൂമിയിൽ ആരും മനസ്സലിവ് കാണിക്കാൻ ഇല്ല എങ്കിലും നിങ്ങളുടെ കുടഞ്ഞ അവസ്ഥയെ നോക്കി, നിങ്ങളുടെ ചിഹ്നിയ അവസ്ഥയെ നോക്കി മനസ്സലിയുന്ന ഒരുവൻ അരികത്തു നിൽക്കുന്നു. നിങ്ങൾ കുഴഞ്ഞ അവസ്ഥയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പുറത്തു വരും. നിങ്ങൾ ചിഹ്നിയ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതെ പുറത്ത് വരികയാണ്. നിങ്ങളെ അകത്തളത്തിൽ ഒതുക്കി തകർത്തു വച്ചിരിക്കുന്ന ശപിക്കപ്പെട്ട ആത്മാവിന്റെ ശക്തികൾ
നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മ ലഭിക്കാതെ വണ്ണം, നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാതെ വണ്ണം പറഞ്ഞു പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ, ഒതുക്കപ്പെട്ട അവസ്ഥയിൽ, അതെ ഒരു വലിയ ജോലി ചെയ്യുന്നു, ഒരു ചെറിയ ശമ്പളമേ ഉള്ളൂ, അതിനെ ചൊല്ലി സങ്കടപ്പെടുന്ന സഹോദരി, ഇപ്പോൾ യേശുവിന്റെ കരം നിനക്ക് അനുകൂലമായി നീട്ടിയിരിക്കുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വ്യക്തമായി പറയുന്നു, അതെ വലിയൊരു കൂട്ടം പേരുടെ പേരുകൾ കർത്താവ് എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാ. ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ ആ പേരുകൾ തന്നെ മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എന്നാൽ ഒറ്റവാക്കിൽ ഞാൻ മറുപടി പറയാം. നിങ്ങളായിരിക്കുന്ന ഇടത്തുണ്ടല്ലോ, നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, ആ സങ്കടമുണ്ടല്ലോ, അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മാറുന്നു എന്ന് ഞാൻ ഒറ്റവാക്കിൽ നിങ്ങളെല്ലാവരോടുമായി പറയുകയാണ്. സ്വർഗ്ഗം നിങ്ങളെ അനുഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഓർക്കുക, ഒന്നാമതായി യേശു കർത്താവ് കുഴഞ്ഞവരും ചിന്നിയവരെയും ഓർത്ത് കർത്താവ് മനസ്സലിഞ്ഞു. രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ മാർക്കോസ് വിശേഷം 1 അതിന് 40-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. ആ വ്യക്തി ഇങ്ങനെയാണ് യേശുവിനോട് പറഞ്ഞത്, യേശു കർത്താവേ, ആമേൻ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക. അത് ഈ ദിവസം ഏതെല്ലാം അശുദ്ധി ജീവിതത്തിലുണ്ടോ, അതിനെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നുണ്ടോ, ആ അസ്വസ്ഥപ്പെടുന്ന അശുദ്ധികളെ നോക്കി എന്റെ യേശു ഇങ്ങനെ പറയും, അതെ നീ ശുദ്ധമാക. ഇപ്പോൾ തന്നെ യേശുവിന്റെ പരിശുദ്ധ സാന്നിധ്യം മത്തായി 8:2-3 വായിക്കുന്നത് പോലെ അവൻ ശുദ്ധീകരിക്കുന്നവനായി നിങ്ങളുടെ സമീപേ നിൽക്കുകയാണ്. ഒരത്ഭുതം ഇപ്പോൾ സംഭവിക്കുന്നു. എങ്ങനെ ശുദ്ധീകരണം സംഭവിക്കുന്നത്? 1 യോഹന്നാൻ 1:7-8-9 വായിക്കുന്നു, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. അതെ, ഇപ്പോൾ തന്നെ യേശു ക്രിസ്തു നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഓർക്കുക, രണ്ടാമതായി നാം മനസ്സിലാക്കുകയാണ്, അശുദ്ധിയുള്ള അതേ കുഷ്ഠരോഗത്താൽ ഭാരപ്പെട്ട് ആ വ്യക്തിയെ ചൊല്ലി യേശു ക്രിസ്തു മനസ്സലിഞ്ഞു. ഇപ്പോൾ നിങ്ങളെ അശുദ്ധമാക്കി വെച്ചിരിക്കുന്ന എല്ലാ വിഷയത്തോടുള്ള ബന്ധത്തിൽ, എല്ലാ പ്രയാസത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞ് അതേ നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. ശേഷമായി പിന്നെയും നാം ചിന്തിക്കുമ്പോൾ അതേ സ്തോത്രം, മത്തായി സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്, അതേ സ്തോത്രം, യേശു കർത്താവ് വന്നു, അവൻ വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ് അവർ രോഗികളെ സൗഖ്യമാക്കി. ഓർക്കുക, ശേഷമായി യേശു കർത്താവ് അവൻ രോഗികളെ കണ്ട് അതേ മനസ്സലിഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങൾ രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? യേശു ക്രിസ്തു നിങ്ങളെ നോക്കി മനസ്സലിയുന്നു. ചിലപ്പോൾ ഡോക്ടർക്ക് മനസ്സലിവ് വന്നില്ല എന്ന് വരാം. അപ്പോൾ ചിലപ്പോൾ ഡോക്ടർ മനസ്സലിവ് പോലും നിങ്ങൾക്ക് ആശ്വാസമായില്ല എന്ന് വരാം. ലോകത്തിൽ വരുന്ന അനുകൂല സാഹചര്യങ്ങൾ, പ്രിയപ്പെട്ടവരുടെ സാന്ത്വനം, അതൊന്നും നിങ്ങൾക്ക് ഒരു വിടുതലായി തീർന്നില്ല എന്ന് വരാം. എന്നാൽ ഇപ്പോൾ രോഗിയാണോ? യേശു ക്രിസ്തു മനസ്സലിഞ്ഞ് ആ രോഗത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഓർക്കുക, നിങ്ങൾ കുഴഞ്ഞ വ്യക്തിയാണോ? നിങ്ങൾ ചിന്നിയ വ്യക്തിയാണോ? യേശു മനസ്സലിഞ്ഞ് അതേ നിങ്ങളെ ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അശുദ്ധി ഉള്ള വ്യക്തിയാണോ? അശുദ്ധ രോഗത്താൽ, അശുദ്ധ അനുഭവങ്ങൾ ഭാരപ്പെട്ട വ്യക്തിയാണോ? യേശു ക്രിസ്തു മനസ്സലിഞ്ഞ് അശുദ്ധ അനുഭവങ്ങളെ എടുത്തു മാറ്റി അവൻ ശുദ്ധീകരിക്കുന്നു, അവൻ വിടുവിക്കുന്നു. നിങ്ങൾ രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? യേശു ക്രിസ്തു മനസ്സലിഞ്ഞ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ഒരത്ഭുതം നിങ്ങൾ സംഭവിക്കുന്നില്ലേ? ആ കിടക്കയിൽ നിന്ന് എണീക്കുവാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇപ്പോൾ തന്നെ യേശുവിന്റെ പരിശുദ്ധ കരം തൊടുന്നത് കൊണ്ട് ആ കിടക്കയിൽ ആയിരിക്കുന്ന ഇടത്തുനിന്ന് നിങ്ങൾ എണീറ്റു വരുവാൻ തുടങ്ങുകയാണ്. ആ ശാപരോഗം നിങ്ങളെ വിട്ട് മാറിപ്പോകുകയാണ്. അതെ, നിങ്ങളുടെ തലയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ശരീരത്തിനുണ്ടാകുന്ന രോഗം, മാനസികമായ വിഭ്രാന്തി, പലവിധമായ പ്രയാസങ്ങൾ, ജീവിതത്തിൽ കടന്ന ഒട്ടനവധി മാരക രോഗങ്ങൾ, അവയെല്ലാറ്റിൽ നിന്നും ഇപ്പോൾ യേശു മനസ്സലിഞ്ഞ് തന്റെ മഹത്വമുള്ള നാമത്തിൽ നിങ്ങളെ വിടുവിക്കുകയാണ്. ഒരത്ഭുതം സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. യേശു ക്രിസ്തു അതിശേഷമായി അവൻ കുരുടന്മാരെ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി
യേശു കർത്താവ് മനസ്സൊലിഞ്ഞു. മാർക്കോസ് വിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം, അതുപോലെ മത്തായി സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 32-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അവൻ ഭക്ഷണമില്ലാത്തവരെ കണ്ട് അലിവ് തോന്നി, ഭക്ഷണമില്ലാത്തവരെ കണ്ട് മനസ്സലിഞ്ഞു. വ്യക്തമായി മനസ്സിലാക്കുക, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദര, നീ വളരെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? സാമ്പത്തിക വിഷയത്തെ ചൊല്ലി നിരാശപ്പെട്ട് എങ്ങനെ ആഹാരം കഴിക്കും, എങ്ങനെ മുൻപോട്ട് പോകും എന്ന് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇപ്പോൾ നിന്നെ നോക്കി യേശു ക്രിസ്തു മനസ്സലിയുകയാണ്. ഓ, ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ മുൻപോട്ട് പോകും? ഒരു ഭിക്ഷക്കാരനേക്കാളും ഭിക്ഷക്കാരിയേക്കാളും ഞാൻ ഗതികെട്ട ഒരവസ്ഥയിലായിരിക്കുന്നു, എന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കുന്നു, കടഭാരമുണ്ട്, ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തെ നിങ്ങളുടെ ശാപം കർത്താവ് എടുത്തു മാറ്റി ഒരത്ഭുതം പ്രവർത്തിക്കുന്നു. ഓർക്കുക, ഭക്ഷണമില്ലാത്തവരെ കണ്ട് യേശു മനസ്സലിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ തന്നെ സാമ്പത്തികത്തെ ചൊല്ലി പ്രയാസപ്പെടുന്ന നിങ്ങളെ ചൊല്ലി യേശു ക്രിസ്തു അതേ മനസ്സലിവ് കാണിക്കുന്നു. പിന്നെയും നാം ചിന്തിക്കുമ്പോൾ മത്തായി സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ 2 കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ യേശു കർത്താവ് മനസ്സലിഞ്ഞു. അവിടെ ആ കുരുട്ടുകണ്ണുകളെ തുറക്കുവാൻ യേശു ക്രിസ്തു മനസ്സലിഞ്ഞു. എങ്ങനെയാണ് യേശു കർത്താവിന് മനസ്സലിവ് തോന്നിയതെന്ന് അറിയാമോ? യേശു ക്രിസ്തു ഇവർ നിലവിളിച്ചു കൊണ്ടുവരുന്ന കാഴ്ച, അവരുടെ സങ്കടകരമായ കാഴ്ച അവസ്ഥ യേശുവിനെ വളരെ പ്രയാസപ്പെടുത്തി. അവിടെ സങ്കടകരമായ അനുഭവത്തെ, അവിടെ ആവശ്യത്തെ യേശു കണ്ട് അവിടെ കുരുട്ട് കണ്ണ് തുറക്കുവാനിടയായി. അത് ഒരിക്കലും സൗഖ്യമാവില്ല, ഒരിക്കലും എണീക്കുകയില്ല, ഒരിക്കലും ഈ ബലഹീനത മാറിപ്പോകില്ല എന്ന് വിധി എഴുതപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന സഹോദരി, രോഗത്തിന്റെ പിടിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിന്റെ പുറത്തു വരിക. അതേ സഹോദര, ആ ശാപ രോഗ പിടിയിൽ നിന്ന്, രോഗത്തിന്റെ പിടിയിൽ നിന്ന് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. കഴിഞ്ഞ മണിക്കൂറുകളിലായി, ദിവസങ്ങളിലായി, മാസങ്ങളിലായി നിന്നെ തളർത്തുന്ന ശപിക്കപ്പെട്ട വിടുതൽ ലഭിക്കുകയില്ല എന്ന് വിധി എഴുതിയ രോഗത്തിന്റെ കെട്ടുകൾ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു മാറുവാൻ തുടങ്ങുകയാണ്. മരുന്നുകൊണ്ട് സൗഖ്യമാകുവാൻ കഴിയാത്ത രോഗം നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ രോഗത്തിന് ചികിത്സിച്ചു, മെഡിസിനാണ് പരാജയപ്പെട്ടു പോയത്. എന്നാൽ നിന്റെ യേശു പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ യേശു മനസ്സലിയുന്നത് കൊണ്ട് ആ കാഠിന്യമേറിയ ആ രോഗത്തിന്റെ പിടിയിൽ നിന്ന് അവൻ യേശു ക്രിസ്തു നിന്നെ പുറത്ത് കൊണ്ടുവരികയാണ്. നാം പിന്നെയും ചിന്തിക്കുമ്പോൾ അതേ മാർക്കോസ് സുവിശേഷം 5 അതിന്റെ 19 വായിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തു അതേ പിശാച് തകർത്തവരെ ഓർത്ത് അവൻ മനസ്സലിഞ്ഞു. അവിടെ ലഗ്യോൻ ബാധിച്ച് 6000 പിശാചുക്കളാൽ ബന്ധിക്കപ്പെട്ട ആ മനുഷ്യനോട് യേശു കരുണ കാണിച്ചു എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ യേശു മനസ്സലിഞ്ഞു എന്നാണ്. യേശു ക്രിസ്തുവിന്റെ മനസ്സലിവ് 6000 പിശാചുക്കളെ തകർത്ത് ആ മനുഷ്യനെ വിടുവിക്കുവാൻ അത് ഇടയായി തീർന്നു. അതുപോലെ തന്നെ നിങ്ങളായിരിക്കുന്ന ഇടത്തുണ്ടല്ലോ, നിങ്ങളെ തകർക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ, ശാപത്തിന്റെ കെട്ടുകൾ, ഇപ്പോൾ യേശു മനസ്സലിഞ്ഞ് ആ പിടിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ഇപ്പോൾ ഒരത്ഭുതം സംഭവിക്കുകയാണ്. ഞാൻ വളരെ വ്യക്തമായി കാണുന്ന അതേ ആയിരിക്കുന്ന ഹോസ്പിറ്റലിനകത്ത്, ആയിരിക്കുന്ന റൂമിനകത്ത്, ആയിരിക്കുന്ന ഈ പ്രത്യേക സ്ഥലത്ത് യേശുവിന്റെ പ്രസൻസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരത്ഭുതം സംഭവിക്കുകയാണ്. നാളുകളായി, വർഷങ്ങളായി സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുകയാണ്. ഒരത്ഭുതം ഇപ്പോൾ സംഭവിക്കുകയാണ്. ശാപത്തിന്റെ ശക്തികൾ വിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, ഈ നിമിഷം തന്നെ പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ടവരെ ഓർത്ത് യേശു കർത്താവ് മനസ്സലിയുന്നു. അതേ പൈശാചികമായ ആരാധനയിൽ മുൻപോട്ട് പോയ സ്നേഹ സഹോദര,
ദൈവം ആരും തിരിച്ചറിയുവാൻ നിനക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് കണ്ടതിനെയും കേട്ടതിനെയും ദൈവമെന്ന് പറഞ്ഞ് നീ ആരാധിച്ചു, പൂജിച്ചു, വേറെ പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നിനക്ക് ഇന്നയോളം ശാപമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്റെ രക്ഷകനായ, നിന്റെ വീണ്ടെടുപ്പുകാരനായ, നിന്റെ സകല വിഷയത്തിനും പരിഹാരകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ശാപത്തിന്റെ പിടിയിൽ നിന്ന് പ്രിയ രാജേഷ് നീ പുറത്തു വരികയാ. അന്ധതയുടെ ആത്മാവിന്റെ വ്യാപാരങ്ങൾ തകർക്കപ്പെടുകയാ. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശപിക്കപ്പെട്ട ആത്മാവിന്റെ വ്യാപാരങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു പോകുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അതേ സ്തോത്രം, വ്യത്യസ്ത നിലവാരത്തിൽ ലോകത്തിന് തന്നെ അത്ഭുത വിഷയമായി തീരേണ്ട ഒരു വ്യക്തി ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാച് തകർത്തു വെച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് അവർ ഇപ്പോൾ പുറത്തു വരുവാൻ തുടങ്ങുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അതേ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാലും പരിഹരിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ തകർക്കപ്പെട്ട സഹോദര സഹോദരി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അതെ പുറത്തു വരികയാ. ഒരത്ഭുതം നിനക്കായി സംഭവിക്കുകയാണ്. അതെ, പിന്നെയും നാം ചിന്തിക്കുമ്പോൾ അതെ ആ വായിച്ചു കേട്ട ഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. അവ ചിന്തിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് കരഞ്ഞ വ്യക്തിയെ ഓർത്ത് മനസ്സലിഞ്ഞു. എന്തിനാ കരഞ്ഞത്? നഷ്ടപ്പെട്ടതിനെ ഓർത്ത്. എന്താ നഷ്ടപ്പെട്ടത്? സ്വന്തം മകൻ. അവൻ എപ്പോഴാ തിരിച്ചു വരുന്നത്? ഒരിക്കലുമില്ല എന്നുള്ള മാനുഷിക വിധിയെടുത്ത്. എന്നാൽ യേശു ക്രിസ്തു നഷ്ടപ്പെട്ട മകനെ ചൊല്ലി വളരെ ഭാരത്തോടെ കരയുന്ന മാതാവിന്റെ നിലവിളിക്ക് മറുപടിയായി അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയ മാതാവേ, മക്കളെ ചൊല്ലി നിരാശപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായില്ലേ? ഈ ദിവസം യേശു ക്രിസ്തു മനസ്സലിവ് കാണിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കളായിരിക്കുന്ന രാജ്യത്ത് ഇപ്പോൾ തന്നെ അവരെ കർത്താവ് സ്പർശിക്കുന്നു. ആ സ്നേഹബന്ധം നേരെയായി വരുന്നു. അവിടെ തകർച്ചകൾ നേരെയായി വരുന്നു. അതേ സഹോദര, ആമേൻ, നീ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ കാണുവാൻ നിനക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിദേശത്ത് നീ ബന്ധിക്കപ്പെട്ടവനായി ശാപത്തിന്റെ കീഴിൽ ആയിരിക്കുന്നു. നീ നാട്ടിൽ നിന്ന് ആമേൻ ഈ രാജ്യത്ത് വന്നതുപോലെ ഉള്ള ആ സന്തോഷവും അനുഗ്രഹവും നിനക്കില്ല. എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കുവാൻ തുടങ്ങുകയാ. ആ ശാപത്തിന്റെ ശക്തി നിന്നെ വിട്ട് മാറുവാൻ തുടങ്ങുകയാ. ഒരത്ഭുതം നിങ്ങൾക്കായി ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങുക. ഓർക്കുക, യേശു ക്രിസ്തുവിന്റെ മനസ്സലിവ് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ അത്ഭുതത്തിന് കാരണമായി തീരുവാൻ പോകുകയാണ്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി ദൈവിക അനുഗ്രഹങ്ങൾക്ക് ഈ ദിവസത്തെ ശുശ്രൂഷ അതൊരു ദൈവ പ്രവൃത്തിയായി തീർന്നല്ലോ. സർവശക്തനായ ദൈവം പിന്നെയും നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഫോൺ കോൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കായി കർത്താവ് ചെയ്ത അസാധാരണ അത്ഭുതങ്ങൾ അറിയുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വളരെ സന്തോഷം. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം മുതൽ മനസ്സലിവിന്റെ കർത്താവ് നിങ്ങളോട് കൂടെ എല്ലായ്പ്പോഴും ഇരിക്കും. ആ സകലവിധമായ അനുഗ്രഹങ്ങളും എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.